കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത വൻ അട്ടിമറി നീക്കങ്ങളുടെയും ഉന്നതതല ഇടപെടലുകളുടെയും നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തെരുവിൽ ക്രൂരമായി മർദ്ദിച്ച സംഭവം വലിയ രാഷ്ട്രീയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. ഈ കേസ് അട്ടിമറിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ ADGP MR അജിത് കുമാറിൻ്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് ഇടപെടലുണ്ടായി എന്ന ആരോപണത്തിൽ അന്വേഷണം ഇപ്പോൾ അതീവ ശക്തമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. താൻ ഈ വിഷയത്തിൽ നിരപരാധിയാണെന്നും തൻ്റെ ഓഫീസിലെ ജീവനക്കാർ ആരെങ്കിലും ഫയലുകളിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം താൽപ്പര്യപ്രകാരമാണ് എന്നുമുള്ള ADGPയുടെ വാദങ്ങൾ നിലനിൽക്കെയാണ് അദ്ദേഹത്തിന് കനത്ത തിരിച്ചടിയായി സ്വന്തം ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ തന്നെ അന്വേഷണ സംഘം പരിശോധിച്ചത്. ഈ കേസിലെ ഏറ്റവും നിർണായകവും അതീവ ഗുരുതരവുമായ ഘടകം ഔദ്യോഗികമായി കേസ് ഡയറി തിരുത്താൻ ശ്രമിച്ചു എന്ന കണ്ടെത്തലാണ്. നിയമവ്യവസ്ഥയെയും അന്വേഷണ രീതികളെയും അട്ടിമറിച്ചുകൊണ്ട് മുൻപ് ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ ADGPയുടെ ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ചു വരുത്തി കേസ് ഡയറിയിൽ തിരുത്തലുകൾ വരുത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. മർദ്ദനമേറ്റവർക്കെതിരെയും പ്രതികളായ ഗൺമാൻമാരെ രക്ഷിക്കാനും വേണ്ടി കേസ് ഫയലുകൾ മാറ്റം വരുത്താൻ ADGPയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇത് വെറും രാഷ്ട്രീയ ആരോപണമല്ലെന്ന് അടിവരയിടുന്ന ശാസ്ത്രീയവും രേഖാമൂലമുള്ള തെളിവുകളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമായ SIT ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാദമുയർന്ന 2024 ഓഗസ്റ്റ് മാസത്തിലെ ആ നിർണായക ദിവസങ്ങളിൽ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു എന്നതിന് പേരൂർക്കട പോലീസ് ക്ലബ്ബിലെ താമസ രജിസ്റ്ററിൽ നിന്നും സന്ദർശക രജിസ്റ്ററിൽ നിന്നും വ്യക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ADGPയുടെ ഓഫീസിലേക്ക് നേരിട്ട് നീണ്ടത്. കേസ് ഡയറി അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ഈ പരാതിയുടെ പുറത്ത് കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ADGPയുടെ ഔദ്യോഗിക ഓഫീസിൽ നേരിട്ടെത്തി മറ്റൊരു അന്വേഷണ സംഘം ഇത്തരത്തിൽ കനത്ത പരിശോധന നടത്തുന്നത്. ഇത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വഴിമാറിയിട്ടുണ്ട്. ഓഫീസിലെ സന്ദർശക രജിസ്റ്ററും കമ്പ്യൂട്ടർ രേഖകളും മണിക്കൂറുകളോളം ഇരുന്ന് വിശദമായി പരിശോധിച്ചതിന് പുറമെ വിവാദ തീയതികളിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്കും SIT പൂർണ്ണമായും കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. അതിപ്രധാനമായ ഒരു സുരക്ഷാ ഓഫീസ് ആയതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങളൊന്നും മായ്ച്ചു കളയാൻ സാധിക്കില്ല. ഔദ്യോഗിക ഓഫീസിലെ ഈ CCTV ദൃശ്യങ്ങൾ ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിലൂടെ അന്ന് കേസ് ഡയറി തിരുത്താനെത്തിയ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് എന്ന് കണ്ടതെന്നും ഓഫീസിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിച്ചതു എന്നും കൃത്യമായി തെളിയുകയാണ്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഔദ്യോഗിക കേസ് ഡയറിയിൽ വലിയ കളി നടന്നു എന്ന് ആരോപണം ശക്തമാകുമ്പോൾ ഈ CCTV ദൃശ്യങ്ങളും രജിസ്റ്റർ രേഖകളും പുറത്തു വരുന്നത് ADGP ഓഫീസിനെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുകയാണ്. വരും ദിവസങ്ങളിൽ കേസ് ഡയറി തിരുത്തലിൽ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ.